ഹലോ ഹലോ ടിൻറ്റുമോനെ, ഞാനാ. പറയൂ സാർ. നമുക്ക് ഈ പ്രശ്നം രമ്യമായിട്ടൊന്ന് പരിഹരിക്കണ്ടേ? ഞാനും ദേവിയും പരസ്പരം സ്നേഹിക്കുന്നു. ഇതൊരു പ്രശ്നമാണോ സാർ? പ്രശ്നമാണ്. ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നീ ഗാർഡനിൽ വരണം. ഓക്കെ? ഞാൻ കൂട്ടുകാരെ കൂട്ടി വന്നാലോ? വേണ്ട, ടിൻറ്റുമോൻ തനിച്ച് വന്നാ മതി. എന്താ, വരില്ലേ? ശരി, ഞാൻ വരാം. ആരാ? ശ്രീദേവിയുടെ അച്ഛന്റെ ഫ്രണ്ട് വിളിച്ചതാ. എന്തിന്? എന്നോട് ഒറ്റയ്ക്ക് പാർക്കിൽ ചെല്ലാൻ പറഞ്ഞു. നീ ഒറ്റയ്ക്കൊന്നും പോണ്ട, അതിലെന്തോ ചതിയുണ്ട്. ദേ, ഞാൻ കൂടെ വരാം. ഓ, ഇനിയിപ്പോ അമ്മ വന്നിട്ടാവും എന്നെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നു. ദേ, എങ്കിൽ നീ വളരെ ശ്രദ്ധിച്ചു പോണേ. തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത ആൾക്കാരാ. ടിൻറ്റുമോനെ, ഒരച്ഛൻ്റെ വേദന ടിൻറ്റുമോൻ മനസ്സിലാക്കുക. നീ എൻ്റെ ഈക്വൽ സ്റ്റാറ്റസിലുള്ള ആളായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ദേവിയെ കെട്ടിച്ചു തന്നെ. ഇതിപ്പോ ടിൻറ്റുമോൻ തന്നെ ഈ പ്രശ്നം തീർക്കാൻ ഒരു സജഷൻ പറയണം. എന്റെ കയ്യിൽ പണം ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഞാൻ പണ്ട് 1 ലക്ഷം രൂപ കൊണ്ടായി കാണുന്ന ബിസിനസ് എല്ലാം തുടങ്ങിയത്. കുറച്ചു കാലം കൊണ്ട് ഞാൻ അതൊരു 1 കോടി രൂപയാക്കി മാറ്റി. പിന്നീട് അത് 100 കോടിയാക്കി മാറ്റി. അച്ഛാ, പണ്ടത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ 1 കോടിയാണ്. എങ്കിൽ ടിൻറ്റുമോൻ 1 കോടി രൂപ എന്നാൽ അത് 100 കോടി രൂപയാക്കും. അത് ഉറപ്പല്ലേ? ശരി, എങ്കിൽ ഞാൻ നിനക്ക് 1 കോടി രൂപ തരാം. 100 ദിവസം കൊണ്ട് അത് 100 കോടിയാക്കി മാറ്റണം. എന്നിട്ട് ഈ ബൽറാം ഭായിയുടെ മെട്രോ ഹോട്ടലിന്റെ 51% ഷെയർ വാങ്ങിച്ച് അതിന്റെ ഡയറക്ടർ ആവണം. എന്നാൽ ഞാൻ നിനക്ക് ദേവിയെ കെട്ടിച്ചു തരാം. ശരി, ഞാൻ റെഡി. എങ്കിൽ നീ എനിക്ക് ഒരു എഗ്രിമെന്റ് എഴുതി തരണം. 51% ഷെയർ നീ വാങ്ങിച്ചാൽ എന്റെ മകൾ ദേവിയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരും. അല്ലെങ്കിൽ നീ അവളെ മറക്കണം. അവളെ ഞാൻ വേറെ ആൾക്ക് കെട്ടിച്ചുവിടും. ഓക്കെ? അതും 100 ദിവസത്തിനുള്ളിൽ. ശരി, എങ്കിൽ എത്രയും പെട്ടെന്ന് 1 കോടി തരൂ. ഞാൻ എഗ്രിമെന്റിൽ ഒപ്പിടാം. ഞാനിപ്പോഴാ ഓർത്തത്. മെട്രോ ഹോട്ടലിലെ ഷെയർ മുഴുവൻ എന്റെ മോള് മഞ്ജുളയുടെ പേരിലാ. അതുകൊണ്ട് എഗ്രിമെന്റിൽ അവള് സൈൻ ചെയ്യേണ്ടി വരും. ശരി, എങ്കിൽ അവളെ വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. ഹലോ ഹലോ, മോളെ മഞ്ജുളേ, എന്താ അച്ഛാ? നീ പെട്ടെന്ന് ബോട്ടാണിക്കൽ ഗാർഡൻ വരെ വാ. കുറച്ച് വന്നാ മതിയോ? പോരാ. ശരി, ഓക്കെ. അയ്യോ ഈശ്വര, ടിൻറ്റുമോനാണല്ലോ. കളവൊക്കെ ഇന്നത്തോടെ പുളി. ഇത് സാറിന്റെ മകളാണോ? എനിക്ക് ഈ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ടിൻറ്റുമോൻ എന്താ സംശയം? അച്ഛാ, അച്ഛനെന്തിനാ വിളിച്ചേ? അത് ഒരു ചെറിയ അഗ്രിമെന്റിന് ഒന്ന് ഒപ്പിടാനുണ്ട്. കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ വന്ന് പറയാം. ശരി. അപ്പൊ ടിൻറ്റുമോനെ, എഗ്രിമെന്റ് റെഡി. ഇപ്പൊ ഞാൻ നിനക്ക് 1 കോടി രൂപ തരും. 100 ദിവസം കൊണ്ട് നീ അത് 100 കോടി രൂപയാക്കി മാറ്റണം. അതിന്റെ ഉത്തരവാദിത്വം നിന്റെതാ. അതിനുശേഷം നീ മെട്രോ ഹോട്ടലിന്റെ 51% ഷെയറും മഞ്ജുളയിൽ നിന്ന് വാങ്ങിച്ചാൽ ദേവിയെ നിനക്ക് വിവാഹം കഴിക്കാം. അല്ലെങ്കിൽ എന്നേക്കുമായി നീ അവളെ മറക്കണം. ഓക്കെ? ഓക്കെ. അമ്മേ, അമ്മേ, ശ്രീദേവിയുടെ അച്ഛൻ എനിക്ക് 1 കോടി രൂപ വന്നു. 100 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും അതൊരു 100 കോടി ആക്കണം. ശരിക്കും എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. എനിക്കും. നീ ഇപ്പോഴാ ഈ ഉണ്ണിയാർച്ചയുടെ മകനായത്. താങ്ക് യു. നിനക്ക് 1 കോടി രൂപ കിട്ടിയെന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാനൊരു ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കി. ലിസ്റ്റോ? എന്ത് ലിസ്റ്റ്? നീ എനിക്ക് ഉടനെ വാങ്ങി തരേണ്ട സാധനങ്ങൾ: 10 പവന്റെ 3 ചെറിയ മാലകള്, പിന്നെ 5 പവന്റെ ഒരു 25 ചെറിയ വളകള്, 10 പവന്റെ ചെറിയ 2 നെക്ലേസ്, പിന്നതേ ഈ എല്ലാ വിരലുകളിലും ഇടാനുള്ള വജ്രമോതിരം. ചെറിയ മോതിരമാകും. പിന്നെ ഈ വീട്ടിലൊക്കെ ഉടുത്ത് നടക്കാൻ 100 പട്ടുസാരികൾ. ഈ ലോക്കൽ വീടെല്ലാം തല്ലിപ്പൊളിച്ച് നമുക്കൊരു ബംഗ്ലാവ് പണിയണം. എല്ലാരും അറിയട്ടെ ഈ ഉണ്ണിയാർച്ച ഒരു കോടീശ്വരിയായിരുന്നു. ശ്രീദേവിയുടെ അച്ഛൻ ഈ പണം തന്ന് അമ്മയ്ക്ക് ആഭരണം വാങ്ങിക്കൊടുക്കാനും ബംഗ്ലാവ് ഉണ്ടാക്കാനും ഒന്നുമല്ല. പിന്നെ ഈ 1 കോടി രൂപ 100 ദിവസം കൊണ്ട് ബിസിനസ് ചെയ്ത് 100 കോടിയാക്കണം. എടാ, അത് നീ ഈ ജന്മമല്ല 100 ജന്മം എടുത്താലും നടക്കില്ല. അത് ശരി. അപ്പൊ ശ്രീദേവിയെ പ്രേമിച്ച് അവളെ മറക്കാനുള്ള വകയിൽ ഞാൻ 1 കോടി രൂപ വാങ്ങിച്ചു എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്? ഓ, അപ്പൊ നീ ഇതിന്ന് എനിക്ക് 5 പൈസ തരില്ല അല്ലേ? തരൂല. ഓ, അപ്പൊ ഈ 1 കോടി രൂപ നീ എന്ത് ചെയ്യാനാ പോകുന്നേ? ബിസിനസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ 100 കോടി ആക്കും. ഓ, നീ അങ്ങ് ഒലത്തും. എടാ, ഞാൻ നിന്നെ ശാപിക്കാൻ പോവുക.
ഈ 1 കോടി രൂപ നാശിച്ചു പോട്ടെ. എടാ, ഞാൻ സ്നേഹിച്ചാലേ ഐശ്വര്യ റോയിയ, ശാപിക്കാൻ തുടങ്ങിയാലേ ഗാന്ധാരിയ, വാളെടുത്താലുണ്ടല്ലോ ഞാൻ ഉണ്ണിയാർച്ചയാണടാ, ഉണ്ണിയാർച്ച. വരമണൽ തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു നീ മാലാകയാ